നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് പൈൽസ് ഫിസ്റ്റുലയുടെയും ആയുർവേദ ചികിത്സയാണ്. ഈ വിഷയം ചർച്ചയിനായി നമ്മോടൊപ്പം ഉള്ളത് തിരുവനന്തപുരം ആയുർവേദ കോളേജിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസറായ ഡോക്ടർ രമ്യ ആണ് നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം ഡോക്ടർ, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. മാം, സാധാരണഗതിയിൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ സ്ത്രീകളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ അവരെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രധാന പങ്ക് വഹിക്കുന്നതിൽ ഈ പൈൽസിന് അല്ലെങ്കിൽ ഫിഷറിന് അല്ലെങ്കിൽ ഫിസ്റ്റുല ഇതുപോലത്തെ ഏനോ റെക്ടൽ റീജിയനിൽ വരുന്ന ഏത് അസുഖമായിരുന്നാലും അവരെ ഏറ്റവും കൂടുതൽ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന ഒരാളാണ്. പലപ്പോഴും നമുക്കറിയാം കുറച്ചൊരു 30 വയസ്സ് കഴിഞ്ഞ ഒരു ലേഡി എടുത്തതിന് ഭക്ഷണം കഴിക്കുന്നത് കഴിഞ്ഞാൽ എനിക്ക് ഈ ഭക്ഷണം വേണ്ട, എനിക്ക് എരിവുള്ള ഭക്ഷണം വേണ്ട, അല്ലെങ്കിൽ എനിക്ക് നോൺ വെജിറ്റേറിയൻ വേണ്ട, അല്ലെങ്കിൽ വയർ അപ്സെറ്റ് ആകുന്ന ഒരു ഭക്ഷണവും അല്ലെങ്കിൽ എരിവ് ഒട്ടും കൂട്ടത്തില്ല എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് മാറുന്നു. പ്രത്യേകിച്ച് കാരണം അന്വേഷിച്ച് കഴിഞ്ഞാൽ ഈ മലദ്വാരത്തിൽ കൂടി രക്തം പോകുന്നൊരവസ്ഥ, അല്ലെന്നുണ്ടെങ്കിൽ വേദന, ഇത്തരം സാഹചര്യങ്ങളും പറയാറുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഒരു ഡോക്ടറെ അടുത്തേക്ക് പോയി കാണിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കൂടിയാകുമ്പോൾ പ്രത്യേകിച്ച് അവരുടെ വീട്ടിൽ തന്നെ മറ്റൊരാളോട് പോലും ഇത് ഷെയർ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ പലപ്പോഴും ഉണ്ടാകുന്നു. വളരെ കോമൺ ആണോ ഇപ്പോൾ നമ്മുടെ സ്ത്രീകളുടെ ഇടയിൽ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഇടയിൽ, ഈ പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല എന്ന് പറയുന്ന പ്രശ്നങ്ങൾ വളരെ കോമൺ ആയിട്ട് തന്നെ കാണപ്പെടുന്നതാണ്? തീർച്ചയായിട്ടും അത് സ്ത്രീകളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട, ഈ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്. മനുഷ്യരിൽ തന്നെ ഏകദേശം ഒരു 50% കൂടുതലും ആൾക്കാർക്ക് പൈൽസ് ഉണ്ടെന്നാണ് ശരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും പൈൽസ് ഫിസ്റ്റുല നമുക്ക് എല്ലാവർക്കും അറിയാം, അതൊരു ഏനോറെക്ടൽ റീജിയനിൽ വരുന്ന മലദ്വാര സംബന്ധമായിട്ടുള്ള അസുഖങ്ങളാണ്. ഇത് രണ്ടും വളരെ ഒരുപാട് അസുഖങ്ങളുണ്ട്. എന്നാൽ പോലും പൈൽസ്, ഫിസ്റ്റുല, ഫിഷർ അങ്ങനെയുള്ള സാധാരണയായിട്ട് കണ്ടുവരുന്ന അസുഖങ്ങളാണ് എല്ലാവർക്കും ഉള്ളത്. പക്ഷേ ഈ പറഞ്ഞ പോലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും പ്രധാനമായിട്ട് കണ്ടുവരുന്നത്, അവർ ഈ കാര്യങ്ങളൊന്നും വെളിയിൽ പറയാറില്ല. ഈവൻ അവരുടെ വീട്ടിലുള്ള കൂടെ താമസിക്കുന്ന ആൾക്കാരുടെ അടുത്ത് പോലും അത്രയ്ക്കും ബുദ്ധിമുട്ട് വരുമ്പോൾ മാത്രം പറയുന്ന ഒരു അസുഖമാണിത്. അതുവരെ സ്വയം ചികിത്സ അല്ലെങ്കിൽ മാനസികമായിട്ട് അവർ സമ്മർദ്ദം അനുഭവിച്ചുകൊണ്ടിരിക്കുക, എന്ത് ചെയ്താലും ശ്രദ്ധയില്ലായ്മ, പെട്ടെന്ന് ദേഷ്യം വരിക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ സാധാരണയായിട്ട് നമ്മൾ തമാശയ്ക്ക് തന്നെ പറയും, ഒരാൾ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുമ്പോൾ നിനക്ക് എന്താണ് പൈൽസിൻ്റെ അസുഖം ഉണ്ടോ എന്ന്. ശരിക്കും അത് ശരിയായ ഒരു കാര്യം തന്നെയാണ്. കാരണം കൂടെ വരുന്ന ബൈസ്റ്റാൻഡേഴ്സ് തന്നെ പറയാറുണ്ട്, എന്തോ പറഞ്ഞാലും ദേഷ്യമാണ്, ഒന്നും കഴിക്കില്ല, ആരോടും സംസാരിക്കില്ല, വെറുതെ ഒരു മൂലയ്ക്കിരിക്കുക, ഒരുപാട് വിഷാദമായിട്ട് ഡിപ്രഷനിലോട്ട് പോവുക, അങ്ങനെയുള്ള രീതിയിലേക്ക് പോവുക. പക്ഷേ അസുഖം എന്താണെന്ന് ആരോടും പറയില്ല. അപ്പം അങ്ങനെ കണ്ട് നമുക്ക് ചികിത്സിക്കാനും പറ്റില്ല. അപ്പോൾ ഒരുപാട് അത്തരം പേഷ്യൻസിനെ വെറുതെ തന്നെ സൈക്യാട്രി ചികിത്സയ്ക്ക് വിധേയരാക്കുകയും വേണ്ടാതെ തന്നെ ഒരുപാട് മെഡിസിൻ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ലാസ്റ്റ് അവരുടെ ശരിയായിട്ടുള്ള അസുഖം നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള അസുഖമായിരിക്കും. അപ്പോൾ ഈ പൈൽസ് ഫിസ്റ്റുലയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം, അത് ആദ്യമേ തന്നെ പേഷ്യൻ്റ് അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക, ശരിയായ രീതിയിൽ അത് എക്സാമിൻ ചെയ്ത് അതിനെ വിഭജിക്കുക. അതായത് ഏതാണ്, കാരണം സാധാരണക്കാർക്ക് മലദ്വാരത്തിലൂടെ ഒരു രക്തസ്രാവം വന്നാൽ പോലും അവർ വിചാരിക്കും ചിലപ്പോൾ ക്യാൻസർ ആയിരിക്കാം. അങ്ങനെ കണ്ടിട്ട് അവർ ഒരുപാട് ടെൻഷൻ അനുഭവിക്കും. ശരിക്കും അത് എക്സാമിൻ ചെയ്ത് നോക്കുമ്പോൾ വെറുതെ ഒരു ഫിഷറോ അല്ലെങ്കിൽ ചെറിയ ഒരു മുറിവോ ചെറിയ പൈൽസിൻ്റെ ആരംഭമോ മറ്റോ മാത്രമേ കാണുള്ളൂ. അതോടുകൂടി നിങ്ങളുടെ ടെൻഷനും മാറിക്കിട്ടും. ആദ്യമേ തന്നെ ട്രീറ്റ് ചെയ്താൽ ഒരുപക്ഷെ നമുക്ക് സർജറി പോലും ഒഴിവാക്കാം. അപ്പോൾ ഇത്തരത്തിൽ ഈ മാനസിക സംഘർഷം ഒഴിവാക്കിക്കൊണ്ട് തന്നെ ഈ അസുഖത്തിനെ ആദ്യമേ നമ്മൾ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ഒട്ടും പേടിക്കേണ്ടതും ആയിട്ടുള്ള ഒരു കാര്യമല്ല. തീർച്ചയായിട്ടും നമുക്കറിയാം, നമ്മൾ ഏറ്റവും കൂടുതൽ നോൺ വെജിറ്റേറിയൻ ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പല ഭക്ഷണത്തിനോടും ഈ പൈൽസ്, ഫിഷർ, അതായത് ഏനോ റെക്ടൽ റീജിയനിൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന ആൾക്കാർ പലപ്പോഴും ഈ മുട്ട ഒഴിവാക്കാറുണ്ട്, ചിക്കൻ ഒഴിവാക്കാറുണ്ട്, അതുപോലെ തന്നെ എരിവോ പുളിയോ അല്ലെങ്കിൽ എരിവോട് കൂടിയിട്ടുള്ള ഏത് പദാർത്ഥങ്ങളും ഒഴിവാക്കാറുണ്ട്. പ്രത്യേകിച്ചൊരു വീട്ടിൽ ചിക്കൻ കറി കുറച്ച് എരിവിട്ടാണ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു ഹോട്ടലിൽ നിന്നോ അല്ലെങ്കിൽ വീട്ടിൽ നിന്നോ ഒരു കല്യാണ സദ്യക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ കല്യാണ ഫംഗ്ഷന് പോകുമ്പോഴോ ഒന്നും ഇത്തരം എരിവുള്ള ഭക്ഷണങ്ങൾ നോൺ വെജിറ്റേറിയൻസ് ഇവർ പൂർണ്ണമായിട്ട് ഒഴിവാക്കി മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ ഭക്ഷണവും ഈ പൈൽസോ, ഫിഷറോ, ഫിസ്റ്റുലയോ ഇതിൻ്റെ സിംറ്റംസ് വർദ്ധിപ്പിക്കുന്നതിൽ ഈ ഭക്ഷണത്തിന് ഏതെങ്കിലും രീതിയിലുള്ള ബന്ധമുണ്ടോ? ശരിക്കും നമ്മൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ്. ലൈഫ് സ്റ്റൈൽ, അതായത് നമ്മുടെ ജീവിതചര്യ കൊണ്ടുണ്ടാവുന്ന ഒരുപാട് അസുഖങ്ങളുണ്ട്. അതിനകത്ത് പ്രഷർ വരും, ഡയബറ്റീസ് വരും, അതുപോലെയുള്ള ഒരു കൂട്ടം അസുഖമാണ് ഈ ഏനോറെക്ടൽ അസുഖങ്ങളും. അതായത് പൈൽസ്, ഫിസ്റ്റുല, ഫിഷർ, പൈലോണൈഡിൽ അങ്ങനെയുള്ള അതുകൊണ്ട് മാത്രമാവണമെന്നില്ല. പക്ഷേ ഒരു പ്രധാന റോള് നമ്മുടെ ദിനചര്യയിലും ആഹാരചര്യയിലും വരുന്ന വ്യത്യാസങ്ങൾ കൊണ്ടുണ്ടാവുന്ന കുറച്ച് അസുഖങ്ങൾ തന്നെയാണിത്. അപ്പോൾ അതുകൊണ്ട് നമുക്കറിയാം, കേരളത്തിലെ ആൾക്കാർ ഒരു 95% ആൾക്കാരും മാംസം
കഴിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ആദ്യത്തെ ചോദ്യം ഇനി എനിക്ക് മാംസം കഴിച്ചൂടെ, ചിക്കൻ കഴിച്ചൂടെ, പിന്നെ മീൻ കഴിച്ചൂടെ, മുട്ട കഴിച്ചൂടെ എന്നൊക്കെ ആയിരിക്കും ആദ്യം തന്നെ വന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഈ നമ്മളിപ്പം പിന്നെ ക്വാളിറ്റി ഫുഡെന്ന് പറയും. ഇപ്പോൾ ഒരാൾക്ക് എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഒരുപക്ഷെ കുറേ നാൾ, ഇപ്പോൾ 2, 3, 6 മാസം അവർക്ക് വേണമെങ്കിൽ അത് മാറ്റി വയ്ക്കാം. പക്ഷേ ലൈഫ് ടൈം നിങ്ങളത് കഴിക്കരുത് എന്ന് പറഞ്ഞാൽ അത് സംതിങ് പ്രാക്ടിക്കൽ അല്ലാത്തൊരു കാര്യമാണ്. അവരൊരുപക്ഷെ നമ്മളോട് ആന്ന് പറഞ്ഞാൽ അവർ വീട്ടിൽ ചെന്ന് ഇത് എന്തായാലും ഇടയ്ക്ക് വെച്ച് കഴിക്കും. അപ്പം നമുക്ക് അവർക്കൊരു നല്ലൊരു കൗൺസിലിംഗ് എങ്ങനെ കൊടുക്കാമെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ എല്ലാ ദിവസവും കഴിക്കണമെന്ന് പറയില്ല. അറ്റ്ലീസ്റ്റ് ഒരു ദിവസം നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ അതിനെ കോമ്പൻസേറ്റ് ചെയ്ത് തന്നെ ഫൈബ്രസ് ആയിട്ടുള്ള ഡയറ്റും ഇൻക്ലൂഡ് ചെയ്യുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചിക്കൻ ആയിരിക്കും ആദ്യം പിള്ളേരൊക്കെ, എല്ലാവർക്കും ചിക്കൻ ഒഴിച്ചുകൂടാതെ അവനൊന്നും തിന്നാറില്ല, എന്ത് ചെയ്യും പിന്നെ ഞങ്ങൾ എന്ന് അവർ ചോദിക്കാറുണ്ട്. ചില കുട്ടികൾക്ക് കോൺസ്റ്റിപ്പേഷനായിട്ട് അമ്മമാർ കൊണ്ടുവരാറുണ്ട്, ചിലപ്പോൾ കഞ്ചനൈറ്റൽ പൈൽസ് ആയിട്ടുള്ള കുട്ടികളുണ്ടാകും. പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഇങ്ങനെയുള്ള ഫുഡ് ഹാബിറ്റ് ഉള്ളതുകൊണ്ട് സാധാരണ നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കോമ്പൻസേറ്റ് ചെയ്ത് ഫുഡ് ക്വാളിറ്റി വൈസ് നമ്മൾ കെയർ ചെയ്യുക. അതായത് കൊടുക്കുകയാണെങ്കിൽ അതിനോടൊപ്പം തന്നെ ഫൈബ്രസ് ഡയറ്റ്. ഫൈബ്രസ് എന്ന് ചോദിക്കാം പിന്നെ ഇത് മാംസത്തിലും ഫൈബർ ഇല്ലേ എന്ന്. ഇപ്പോൾ ഫൈബ്രസ് കണ്ടന്റ് എന്ന് പറയുമ്പോൾ 2 തരത്തിലുണ്ട്. ഒന്ന് നമ്മുടെ ബോഡിയിൽ ഒരുപാട് പെട്ടെന്ന് ഡൈജസ്റ്റ് ആവണ, അല്ലെങ്കിൽ സോളബിൾ ഫൈബേഴ്സ് എന്ന് പറയും, അല്ലെങ്കിൽ നോൺ സോളബിൾ ഫൈബേഴ്സ് എന്ന് പറയും. ഈ നോൺ സോളബിൾ ഫൈബേഴ്സിലാണ് ഈ ഇത്തരം മാംസത്തിൻ്റെ ഫൈബേഴ്സ് വരുന്നത്. അപ്പോൾ അത് നമ്മുടെ ബോഡിയിൽ നല്ലതല്ലാതെ വേണ്ടാത്ത പിന്നെ ഇത് സാധനങ്ങളെല്ലാം നമ്മുടെ ദേഹത്ത് ആവശ്യമുള്ള സാധനങ്ങൾ പോലും അത് വലിച്ചെടുക്കും. വാട്ടർ കണ്ടന്റ് കുറയ്ക്കും. പിന്നെ നോർമലായിട്ട് നമുക്ക് ബവൽ മൂവ്മെൻറ്റ്, അതായത് മലം പോകാനുള്ള തടസ്സം ഉണ്ടാവും, മലം ഒരുപാട് കട്ടിയാവും, ഒരുപാട് സ്ട്രെയിൻ ചെയ്യേണ്ടി വരും. അങ്ങനെ സ്ട്രെയിൻ ചെയ്ത് വരുമ്പോഴാണ് പിൽക്കാലത്ത് കുട്ടികൾക്കായാലും വലിയവർക്കായാലും അത് ഇത്തരത്തിലുള്ള അസുഖങ്ങൾ, പൈൽസ് ആവാം, ഫിഷർ ആവാം. മലം കട്ടിയാവും തോറും ഒരുപാട് സ്ട്രെയിൻ കൊടുക്കേണ്ടി വരും. അങ്ങനെ ആ ഭാഗം പിന്നെ മുറിഞ്ഞിട്ടുണ്ടാവുന്ന രക്തസ്രാവവും അല്ലെങ്കിൽ ഫിഷർ എന്ന് പറയുന്ന അവസ്ഥയുണ്ടാവാം. പിന്നെ അത് തന്നെ ഇൻഫെക്ഷനായിട്ട് അബ്സസ് ഉണ്ടാവാം. കുറച്ചും കൂടെ അത് പ്രോഗ്രസ് ആവുകയാണെങ്കിൽ ഫിസ്റ്റുല ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഓരോന്നായിട്ട് അത് കണക്റ്റഡ് ആണ്. അപ്പോൾ ഈ കണക്ഷനിലെല്ലാം നമുക്ക് ആവശ്യം നമ്മുടെ ദിനചര്യയിലുള്ള മാറ്റങ്ങളും. ഇപ്പോൾ സെഡൻഡറി ആയിട്ട് ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചാണെങ്കിൽ കുറച്ച് നേരം ഇരുന്നിട്ട് കുറച്ച് അവർ എണീച്ച് നിൽക്കുക, അല്ലെങ്കിൽ ബാലൻസ് ചെയ്തവരുടെ, ഇപ്പം നമുക്ക് സെൻട്രറി വർക്കാണെന്ന് പറഞ്ഞ് നമുക്ക് ജോലി കളയാൻ പറ്റില്ല. ഇതൊക്കെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ അതൊക്കെ പ്രശ്നം തന്നെയാണ്. അപ്പോൾ അവരെ തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്ത് അല്ലെങ്കിൽ മോഡിഫൈ ചെയ്ത് അവരുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ടുപോവുക. അപ്പം ഇങ്ങനെ ഫുള്ളി നമുക്ക് വേണ്ടാന്ന് പറയുന്നതിനെക്കാട്ടിലും ദിനചര്യ നമ്മൾ തന്നെ ഒരു വ്യക്തിയുടെ പ്രകൃതം അനുസരിച്ച് നമ്മൾ തന്നെ അത് മോഡിഫൈ ചെയ്ത് കൊണ്ടുപോയാൽ ഒരുപാട് ഇത്തരത്തിലുള്ള അസുഖങ്ങൾ നമുക്ക് മാറ്റാവുന്നതേ ഉള്ളൂ. തീർച്ചയായിട്ടും ഈ മാനസിക സമ്മർദ്ദത്തെക്കുറിച്ച് പറയുമ്പോൾ സ്ത്രീകൾക്ക് പലപ്പോഴും ഒരു ഹോസ്പിറ്റലിൽ പോയി ഒരു ഡോക്ടറെ കാണിക്കാനായിട്ട് പലപ്പോഴും ബുദ്ധിമുട്ട്. ഒന്ന്, സ്ത്രീകൾക്കാണെങ്കിൽ അവർക്കൊരു മെയിൽ ഡോക്ടേഴ്സിനെ കാണിക്കാനായിട്ട് സ്വാഭാവികമായിട്ടും ബുദ്ധിമുട്ടുണ്ടാകും, പ്രത്യേകിച്ച് പ്രായം ചെന്നവരല്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൽ സാധാരണഗതിയിൽ ആയുർവേദത്തിൽ എത്രത്തോളം ഇത്തരം പൈൽസ് ഫിസ്റ്റുല വന്നിട്ടുള്ള അല്ലെങ്കിൽ ഏനോറെക്ടൽ റീജിയനിലുള്ള അസുഖങ്ങളെ എത്രത്തോളം ചികിത്സിക്കാൻ പര്യാപ്തമാണ്, അതുപോലെ തന്നെ ഇത്തരം പ്രശ്നങ്ങൾ സ്ത്രീകൾക്ക് ഒരു ലേഡി ഡോക്ടറുടെ ഒരു മേൽനോട്ടത്തിൽ തന്നെ ഇത്തരം ചികിത്സകൾ ഇപ്പോഴും നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റൽസിൽ സാധ്യമാണ്? തീർച്ചയായിട്ടും. ഇപ്പോൾ ഗവൺമെൻറ് ആയുർവേദ കോളേജ്, തിരുവനന്തപുരത്ത് കോളേജ് സംബന്ധിച്ചിടത്തോളം ദിവസേന ഒരു 100-150 പേഷ്യൻ്റോളം ഏനോറെക്ടൽ ക്ലിനിക്കിൽ വരുന്നുണ്ട്. ഫലപ്രദമായിട്ട് ചികിത്സിച്ച് ഭേദമാക്കാനും പിന്നെ സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും പിന്നെ ഒരു ആയുർവേദ ഡോക്ടറെയോ അല്ലെങ്കിൽ ആയുർവേദ ഹോസ്പിറ്റലിനോ അടുത്തോ ഒരു പേഷ്യൻ്റ് വരണമെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഒരു സർജിക്കൽ ഇൻ്റർവെൻഷൻ തീരെ താല്പര്യമില്ലാത്തവരായിരിക്കും. ആദ്യമേ വന്ന് പറയുന്ന ഇതായിരിക്കും, എനിക്ക് പൈൽസ് ഉണ്ട്, പക്ഷേ ഓപ്പറേഷൻ കൂടാതെ ഡോക്ടർ ഒന്ന് ഭേദമാക്കി തരണം. പക്ഷേ ഈ ഒരു പ്രശ്നത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് സ്ത്രീകളെയും, ഇവർ ആദ്യത്തെ കുറച്ച് സ്റ്റേജിൽ പേഷ്യൻ്റ് ഡോക്ടറെ കാണുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ പറയുന്ന പോലെ നമുക്ക് സർജിക്കൽ ഇൻ്റർവെൻഷനേ വേണ്ടാതെ പിന്നെ ഓറൽ മെഡിക്കേഷൻ കൊണ്ട് മാത്രം നമുക്ക് ഭേദമാക്കാൻ പറ്റും. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഈ പറഞ്ഞ പോലെ അവരുടെ ബുദ്ധിമുട്ട് വേറൊരാളോട്, ഈവൻ അവരുടെ സ്വന്തം ഭർത്താവിനോട് പോലും അവർ പറഞ്ഞിട്ടുണ്ടാവില്ല. വർഷങ്ങളോളം അവർ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ പോലും
വീട്ടിലുള്ള ആർക്കും ഇത് അറിഞ്ഞിട്ടുണ്ടാവില്ല. തീരെ ബുദ്ധിമുട്ടി ഡെയിലി അവർക്ക് പിന്നെ അവരുടെ ഡെയിലി റൂട്ടീൻ പോലും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ വരുമ്പോൾ മാത്രമേ ഇതൊരു ഇഷ്യൂ ആയിട്ട് അവർ കണക്കാക്കി വീട്ടുകാരോട് പറയുമോ അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുമോ. അങ്ങനെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യണമെങ്കിൽ അവരാദ്യം ഒരു സ്ത്രീ ആണെങ്കിൽ നോക്കുന്നത് ഒരു ലേഡി ഡോക്ടറെ തന്നെ വേണം എന്ന് വെച്ചിട്ടായിരിക്കും. പോകുന്നിടത്തെല്ലാം ഡോക്ടർ. അപ്പോൾ പല പേഷ്യൻറ്റും എന്നോട് വന്ന് പറഞ്ഞിട്ട് ഇത്രയും നാളെ ഞാൻ പോകാത്തത് ഒരു ലേഡി ഡോക്ടറെ കാണാത്തതുകൊണ്ടാണെന്ന്. അതും അല്ലെങ്കിൽ ഞാൻ പോയിട്ടുണ്ട് അതിന് മുമ്പേന്ന്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു എക്സ്ക്യൂസുകളാണ് അവർ പറയുന്നത്. അപ്പം പക്ഷേ ആ ഒരു സമയം ലേറ്റർ സ്റ്റേജിൽ വരുമ്പോഴത്തേനും ഓൾറെഡി പ്രൊലാപ്സ്ഡ് പൈൽസ് ആയിരിക്കും, അല്ലെങ്കിൽ ഹൈ ഏനൽ ഫിസ്റ്റുല ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷ്യസ് കണ്ടീഷൻ ആയിട്ടുണ്ടാവാം. പക്ഷേ ആ സമയത്ത് നമുക്ക് ഒരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് മാത്രം അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അവർ പല രീതിയിൽ ഇപ്പോൾ ആയുർവേദത്തിനെ സംബന്ധിച്ചായതുകൊണ്ട് ഇൻഫാക്റ്റ് ആയുർവേദത്തിലാണ് ആദ്യം സർജറി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും നമുക്കിപ്പോൾ ഈ ഒരു സിനാരിയോയിൽ എല്ലാ സർജറിയും നമ്മൾ ചെയ്യണില്ല. ഇപ്പോൾ ആയുർവേദ കോളേജിലായാലും പാരാസർജിക്കൽ മെഷേഴ്സ്, അതായത് വളരെ ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റിയ പ്രത്യേകിച്ച് ഏനോറെക്ടൽ ഡിസീസ്, പൈൽസ് ഫിസ്റ്റുല തരത്തിലുള്ള ഡിസീസിനെ വളരെ ഫലപ്രദമായിട്ട് പാരാസർജറി കൊണ്ട് ട്രീറ്റ് ചെയ്തുകൊണ്ട് വരികയാണ്. പ്രത്യേകിച്ചും ക്ഷാരകർമ്മം, ക്ഷാരസൂത്രം എന്നുള്ള ഇപ്പം സാധാരണ പൊതുജനങ്ങളുടെ ഇടയിലും ഇതെല്ലാം കോമൺ ആയിട്ട് വരുന്നുണ്ട്. കാരണം ഒരുപാട് റെസ്പോണ്ടാണ് പേഷ്യൻസിൻ്റെ കയ്യിൽ നിന്ന്. ഒരുപാട് പേഷ്യൻസ് കോളേജിൽ ARC ക്ലിനിക്കിൽ വരാറുണ്ട്, സുഖമായിട്ട് പോകാറുണ്ട്. അവർ തന്നെ ഇത് മൗത്ത് പബ്ലിക്കേഷനിലൂടെ അവർ ഒരുപാട് പേരെ കോളേജിലേക്ക് കൊണ്ടുവരാറുണ്ട്, നമ്മളടുത്ത് കൊണ്ടുവന്ന് കാണിക്കാറുണ്ട്. പിന്നെ ഫാമിലി മെമ്പേഴ്സിലായാലും ഒരാൾക്ക് ട്രീറ്റഡ് ആയാൽ അവരുടെ അടുത്ത ഫാമിലി മെമ്പേഴ്സിന് ഇത്തരത്തിലുള്ള പ്രോബ്ലം വന്ന് അവർ തന്നെ പറയും വളരെ നല്ല ട്രീറ്റ്മെൻറ്റാണ്, ഒട്ടും ഹോസ്പിറ്റലൈസ്ഡ് ആവാതെ നമുക്ക് ട്രീറ്റ്മെന്റ്. തീർച്ചയായിട്ടും അതിലേക്ക് ഇപ്പോൾ ഒരു കോൾ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഹലോ, അതെ ഡോക്ടർ നമ്മുടെ ഉണ്ടല്ലോ, സംശയം ചോദിച്ചോളൂ സാർ, പറയൂ. ഞാൻ കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര സ്ഥലത്താണ് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു 1-2 വർഷം വരെ ആയിട്ട് ഒരു ഫിസ്റ്റുല എന്ന ഉള്ളിൽ ഞരമ്പ് ധരിക്കുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ, പൈൽസിനും അതിലുള്ള വേറെ അസുഖം ഉണ്ടല്ലോ. അപ്പൊ അത് ഞാൻ ഇപ്പം 1-2 വർഷം വരെ ആയി. അപ്പോൾ ഉള്ളിൽ ബാത്റൂം പോണ സമയത്ത് മലം പോകുന്ന സമയത്ത് ഉള്ളിൽ ഞരമ്പ് പോയിട്ടടിക്കുക, ഒരു കുതിപ്പുത്ത് മാതിരി വരിക. അപ്പോൾ അതിന്റെ അസുഖം ഞാൻ വടകര വില്ലാപ്പള്ളി ഒരു ആയുർവേദിക് ഡോക്ടർ പ്രൊഫസറെ ചികിത്സ തുടങ്ങിയിരുന്നു. 6 മാസമായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിപ്പം കുറവുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ എനിക്ക് ഊരക്ക് ഒരു പ്രശ്നം ഡോക്ടറെ, ഊരക്ക് ഒരു പിടുത്തം പോലെ, നീർക്കെട്ട് പോലെ ഇത് സംബന്ധമായിട്ട്, പിന്നെ വായുവിൻ്റെ ഒരു പ്രശ്നം വയറില്, അതുപോലെ തന്നെ കാല് ഭയങ്കര കടച്ചൽ, ഞരമ്പ് തടിച്ചിട്ട്. ഇപ്പൊ ഇത് രണ്ടും കുറവില്ല. അപ്പോ ഈ ഡോക്ടർ വന്നിട്ട് ഇപ്പൊ എന്തോ ഒരു അറ്റാക്കിന്റെ പ്രശ്നമായിട്ട് ഇപ്പം കേരളത്തിന് പുറത്ത് ചികിത്സയായി. 12 മാസമായിട്ട് പഴയ ഇത് തന്നെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് മരുന്ന്. അപ്പൊ ഡോക്ടറെ അടുത്ത് നേരിട്ട് വന്നു കഴിഞ്ഞാൽ ഡോക്ടറുടെ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ വന്നുകൊണ്ട് ചികിത്സക്ക് കുഴപ്പം വന്നാൽ ചികിത്സിക്കാൻ പറ്റൂലേ? തീർച്ചയായിട്ടും വന്നോളൂ. അവിടെയാ വരേണ്ടത്. ഡോക്ടറുടെ നമ്പർ ഞാൻ ഇപ്പം ഫോണിൽ കൂടി എഴുതി എടുത്തിട്ടുണ്ട്. ഓക്കെ സാർ, തിരുവനന്തപുരം ആയുർവേദ മെഡിക്കൽ കോളേജിലാണ് ഡോക്ടർ വർക്ക് ചെയ്യുന്നത്. ട്രിവാൻഡ്രം ആയുർവേദ കോളേജിൽ OP വന്നോളൂ കേട്ടോ. OP എല്ലാ ദിവസവും ഉണ്ടാവും. തീർച്ചയായിട്ടും തിരുവനന്തപുരം ആയുർവേദ മെഡിക്കൽ കോളേജിൽ OP വന്ന ഡോക്ടറെ കാണാവുന്നതാണ്. നമുക്കറിയാം, ആർക്കായിരുന്നാലും ഒരു ശരീരത്തൊരു മുറിവുണ്ടാക്കുക, കത്തി വെക്കുക എന്ന് പറയുന്നത് ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല. അതൊരു ഈവൻ ഒരു സർജറി തന്നെയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ മരണം വരെയും ഒരു കീറൽ പോലും അല്ലെങ്കിൽ ഒരു സർജറി പോലും കഴിയാതെ കടന്നു പോകണമെന്നാണ് ആരുടെയും ആഗ്രഹം എന്ന് പറയുന്നത്. പക്ഷേ ഈ പൈൽസ് ആൻഡ് ഫിസ്റ്റുലയ്ക്കൊക്കെ പലപ്പോഴും ഒരു സർജിക്കൽ ഓപ്ഷനാണ് പലപ്പോഴും ഡോക്ടർമാർ പറയാറുള്ളത്. പലപ്പോഴും ലേറ്റായി പ്രസൻറ്റ് ചെയ്യുന്നതിന് അങ്ങനെ ഒരു ഓപ്ഷൻ വരും, പക്ഷേ അങ്ങനെ ഒരു ഓപ്ഷൻ മാത്രമേ ഉണ്ടാകുള്ളൂ. പക്ഷേ ആയുർവേദ ചികിത്സയിൽ എത്രത്തോളം നമുക്ക് ഇത്തരം ഏനോറെക്ടൽ റീജിയനിൽ വരുന്ന പൈൽസ്, ഫിസ്റ്റുല, ഫിഷറൊക്കെ നമുക്ക് സർജിക്കൽ അല്ലെങ്കിൽ നോൺ സർജിക്കൽ മെത്തേഡിലൂടെ നമുക്ക് ട്രീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പം ഹെമറോയിഡ്സ് അല്ലെങ്കിൽ പൈൽസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിന് സ്റ്റേജസ് ഉണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റേജ് വൈസ് ആണ് നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. അതായത് 4 സ്റ്റേജ് ഉണ്ട് പൈൽസിനെ സംബന്ധിച്ചിടത്തോളം. ജനറലി 2ആയിട്ട് നമ്മൾ പറയും, പുറമേ ഉള്ള പൈൽസും അകത്തുള്ള പൈൽസും. ഈ അകത്തുള്ള പൈൽസ് തന്നെയാണ് ചിലപ്പോൾ ബ്ലീഡിങ് ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ അതിനെ 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. 1st ഡിഗ്രി, 2nd ഡിഗ്രി, 3rd, 4th എന്ന്. ഈ പറയുന്ന ആദ്യത്തെ 1st and 2nd ഡിഗ്രി ആണെങ്കിൽ ആ സ്റ്റേജിൽ നമുക്ക് പേഷ്യൻറ്റിനെ കിട്ടുകയാണെങ്കിൽ, ആ സമയത്ത് പേഷ്യൻ്റ് നമ്മുടെ അടുത്ത് കൺസൾട്ടേഷന് വരികയാണെങ്കിൽ
പ്രോപ്പർ റെക്ടൽ എക്സാമിനേഷനിലൂടെ നമ്മൾ കൃത്യമായി പൈൽസിനെ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യും. ഇപ്പോൾ 2nd ഡിഗ്രി 1st ഡിഗ്രി ആണെന്ന് കൺഫേം ചെയ്താൽ ഷ്യൂർലി അതിന് ഒരു രീതിയിലും ഉള്ള സർജിക്കൽ ഇൻ്റർവെൻഷനോ സർജറിയോ ഒന്നും തന്നെ വേണ്ട. തീർച്ചയായിട്ടും 101% അത് പിന്നെ ഓറൽ മെഡിക്കേഷൻ മരുന്ന് കൊണ്ട് മാത്രം ചികിത്സിച്ച് ഭേദമാക്കാവുന്ന ഒരവസ്ഥയാണ്. പക്ഷേ ഈ നേരത്തെ പറഞ്ഞതുപോലെ ആരും ഈ 1st and 2nd ഡിഗ്രിയിൽ വരാറില്ല. കാരണം അവർക്ക് അത്രത്തോളം ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ട് ആ സമയം തോന്നിയെന്ന് വരില്ല. ചിലപ്പോൾ മാത്രം 2nd ഡിഗ്രിയിൽ അവർക്ക് ബ്ലീഡിങ് പൈൽസ്, ഇൻറ്റേർണൽ ഹെമറോയിഡ്സ് ബ്ലീഡ് ചെയ്യും. അത് ക്രോണിക് കോൺസ്റ്റിപ്പേഷൻ, അതായത് ഭയങ്കരമായിട്ട് കട്ടിയായിട്ട് മലം പോവുക, പിന്നെ ഗ്യാസിൻ്റെ പ്രോബ്ലം ഒരുപാടായിരിക്കുക, ഇൻഡൈജഷൻ വരിക, അതായത് ദഹനക്കുറവ് ഉണ്ടാവുക, ഇങ്ങനെയുള്ള അസുഖങ്ങൾ കൊണ്ടായിരിക്കും ചിലപ്പോൾ പേഷ്യൻ്റ് വരുന്നത്. നമ്മൾ ചോദിച്ച ഹിസ്റ്ററി പ്രോപ്പറായിട്ട് എടുത്ത് അവരോട് സംസാരിച്ച് വരുമ്പോഴായിരിക്കും ഇത്തരത്തിലുള്ള പെർറെക്ടൽ ബ്ലീഡിങ്ങിനെ കുറിച്ച് അവർ പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ നമ്മൾ പെർറെക്ടൽ എക്സാമിനേഷനിലൂടെ നമ്മൾ നോക്കുമ്പോഴായിരിക്കാം ഈ 1st and 2nd ഡിഗ്രി പൈൽസ് അവർക്ക് ഉള്ളതായിട്ട് കാണുക. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ഈ പൈൽസിനുള്ള മരുന്നും കൊടുത്താൽ അവരുടെ ബ്ലീഡിങ് പെർറെക്ടം ബുദ്ധിമുട്ടും മാറും. അല്ലാതെ തന്നെയുള്ള ഗ്യാസ് പ്രോബ്ലം, അതായത് ഇൻഡൈജഷൻ, പിന്നെ മോഷൻ ഭയങ്കര കട്ടിയാവുക, ഹാർട്ട് സ്റ്റൂളാവുക, ഒരുപാട് സ്ട്രെയിൻ ചെയ്യുക മോഷൻ പോകാനായിട്ട്, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടെല്ലാം മാറ്റാൻ പറ്റും. പക്ഷേ ഈ ഒരു അളവിൽ ഈ ഒരു സമയത്ത് തന്നെ പേഷ്യൻ്റ് വരണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇനി 3rd and 4th ഡിഗ്രി പറയുമ്പോൾ പ്രൊലാപ്സ് ആണ്. അത് മോഷൻ പോകാൻ നേരം പുറമേ തള്ളി വരിക, പിന്നെ നമ്മൾ പിന്നെ 3rd ഡിഗ്രി ആണെങ്കിൽ സ്വയമേ ഉള്ളിലേക്ക് പോവും. 4th ഡിഗ്രി ആണെങ്കിൽ അത് ഒരു പക്ഷേ പോയിന്ന് വരില്ല. അത് നമ്മൾ മാനുവലി പുഷ് ചെയ്താൽ മാത്രമേ പുറമേ പോവുള്ളൂ. പേഷ്യൻറ്റിന് ഭയങ്കരമായിട്ടുള്ള പെയിൻ വരാം, ചിലപ്പോൾ അത് ഇൻഫെക്റ്റഡ് ആയിട്ട് ബ്ലീഡിങ് വരാം, ആപ്സസ് ഉണ്ടാവാം. അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റേജിൽ ഒരു പക്ഷേ നമുക്ക് ഓറൽ മെഡിക്കേഷൻ കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. അതിനോടൊപ്പം ഈ ഞാൻ പറഞ്ഞ പോലെയുള്ള പാരാസർജിക്കൽ, അതും ഒരുപാട് ഹോസ്പിറ്റലൈസേഷനൊന്നും വേണ്ടാത്ത തന്നെ നമുക്ക് ട്രീറ്റ് ചെയ്ത് സുഖപ്രദമാക്കാൻ പറ്റിയ സർജിക്കൽ മെഷേഴ്സാണ് ആയുർവേദത്തിലുള്ള. അപ്പോൾ അതും വലിയൊരു ബുദ്ധിമുട്ടായിട്ട് പേഷ്യൻസിന് തോന്നാറില്ല, എന്നാൽ ഭയങ്കരമായിട്ട് ഫലപ്രദമാണ്. അത് റെക്കറൻസ് ഉണ്ടാക്കുകയില്ല, അതാണ് ഏറ്റവും പ്രധാനം. വീണ്ടും അത് വരുന്നത് വളരെ അപൂർവമാണ്. തീർച്ചയായിട്ടും അതിലേക്കും തീർച്ചയായിട്ടും സാർ. സാധാരണഗതിയിൽ നമുക്കറിയാം ഈ പൈൽസ് ഫിഷറും ഒക്കെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിക്കറൻസ്, അതായത് ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ അത് കുറച്ച് നാൾ ഒരു 2 കൊല്ലം കുഴപ്പമില്ലാതായിരിക്കും. 3ാമത്തെ കൊല്ലം വീണ്ടും ഒരു ചെറിയ കോൺസ്റ്റിപ്പേഷനോട് കൂടി ഈ വീണ്ടും ഈ ഇത്തരം ഏനോറെക്ടൽ റീജിയനിലുള്ള ബുദ്ധിമുട്ടുകൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നു. ഇതെങ്ങനെ നമുക്ക് ചെറുക്കാനായിട്ട് സാധിക്കും? അതായത് ഒരിക്കലും ഇപ്പോൾ പൈൽസിന് സർജറി, ഏത് സിസ്റ്റം ഓഫ് മെഡിസിൻ ആയാലും സർജറിയോ അല്ലെങ്കിൽ മെഡിക്കേഷനോ കൊണ്ട് അവർക്ക് പൂർണ്ണമായിട്ട് ആശ്വാസം കിട്ടിയതിന് ശേഷം അവരെന്തൊക്കെ അവരുടെ ജീവിത ചര്യയിൽ ശ്രദ്ധിക്കണം? നേരത്തെ ഞാൻ പറഞ്ഞത് ലൈഫ് സ്റ്റൈൽ ഡിസോർഡറാണ്. നമ്മുടെ തന്നെ കുറ്റം കൊണ്ടുണ്ടാവുന്ന കുറേ അസുഖങ്ങളിൽ ഒന്നാണ് ഈ പൈൽസ് ഫിസ്റ്റുല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രാവശ്യം വന്ന് ഭേദമായാൽ പിന്നെ രണ്ടാമത് 100% വരില്ല എന്ന് ഒരു സിസ്റ്റം ഓഫ് മെഡിസിനിലെ ഡോക്ടേഴ്സും പറയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഇത് നമ്മുടെ പിന്നെ ചെയ്തികൾ കൊണ്ട്, അതായത് ആഹാരമായാലും വിഹാരങ്ങളായാലും, അതായത് നമ്മൾ ദൈനംദിനം ചെയ്യുന്ന ജോലി കൊണ്ടായാലും എപ്പോൾ വേണേലും തിരിച്ചു വരാൻ പറ്റുന്ന തരം അസുഖങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഒരു പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്യുന്നതിൽ കൂടുതലായിട്ടും ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞ് അവർക്ക് കൊടുക്കുന്ന ഡയറ്റ് റെജിമനും പ്ലസ് അവർക്കൊരു കൗൺസിലിംഗ് കൊടുക്കണം. എന്താണ് അസുഖം, ഇതെങ്ങനെ വരുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കണം, എങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങളുടെ ഫുഡ് ഹാബിറ്റ്സ്, എങ്ങനെയൊക്കെ ആയിരിക്കണം നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ മാറ്റങ്ങൾ വരുത്തേണ്ടത്, എങ്ങനെ നിങ്ങൾ രാവിലെ നിങ്ങളുടെ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യണം, ഏതൊക്കെ ടൈമിൽ ഭക്ഷണം കഴിക്കണം, എങ്ങനത്തെ ഭക്ഷണം കഴിക്കണം, ക്വാളിറ്റി വൈസുള്ള ഭക്ഷണം എങ്ങനെയൊക്കെയാണ്, അതെങ്ങനെയൊക്കെ നിങ്ങളെ ഈ അസുഖത്തിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇത്രയും കൂടെ ആകുമ്പോഴേ നിങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ആവുള്ളൂ. അല്ലാതെ ഓടി വന്ന ഒരു പേഷ്യൻ്റ് പൈൽസ് ഓപ്പറേഷൻ ചെയ്ത് പോയാൽ തീർച്ചയായിട്ടും അത് വീണ്ടും വരും. കാരണം പേഷ്യൻ്റ് അറിയില്ല, അവരുടെ വിശ്വാസം ഞാൻ ട്രീറ്റ് ചെയ്തു ഓപ്പറേഷൻ ചെയ്തു എന്നാൽ പിന്നെ ഒരിക്കലും വരില്ല എന്നാണ്. ഒരുപാട് പേഷ്യൻ്റ് ആയുർവേദത്തിൽ വരുന്നത് ഇത് ഓൾറെഡി ഓപ്പറേഷൻ ചെയ്ത് ഒരുപാട് കാശും ഒക്കെ മുടക്കി അവരൊരുപാട് ബുദ്ധിമുട്ടും ഒക്കെ അനുഭവിച്ചിട്ട് വീണ്ടും തിരിച്ചു വരുമ്പോൾ അവർ ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ടാണ് ആയുർവേദത്തിൽ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻറ്റിനോട് ഞാൻ അഥവാ പാരാസർജിക്കൽ മെഷർ കൊണ്ട് രണ്ടാമത് ട്രീറ്റ് ചെയ്താൽ പോലും അവരെ ഏറ്റവും കൂടുതൽ സ്ട്രെസ് ചെയ്യുന്ന ഈ ഒരു കൗൺസിലിംഗ് കൊണ്ട് മാത്രമാണ്. കാരണം എപ്പോൾ വേണേലും തിരിച്ചു വരാം, നമ്മൾ വീണ്ടും ജീവിക്കുകയാണ്, നമ്മളുടെ റുട്ടീൻ ലൈഫാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ വരുത്തുന്ന മാറ്റങ്ങൾ തീർച്ചയായിട്ടും അവരെ പറഞ്ഞ് മനസ്സിലാക്കണം.
ഹെർലോക്കിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് പൈൽസും ഫിസ്തുലയും കുറിച്ചാണ്. തിരുവനന്തപുരം ആയുർവേദ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറായ ഡോക്ടർ രമ്യയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. മാം, സാധാരണഗതിയിൽ നമുക്കറിയാം, നമ്മൾ ഏറ്റവും കൂടുതൽ പരസ്യം കാണുന്നത് ഈ ഏനോ റെക്ടൽ റീജിയനിലുള്ള അസുഖങ്ങളെ കുറിച്ചിട്ടുള്ള മരുന്നുകൾ ഇപ്പോൾ നമുക്ക് വാങ്ങി അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് നമുക്ക് ഓവർ ദ കൗണ്ടർ മെഡിസിനായിട്ട് വാങ്ങിക്കാവുന്ന പലതരം പ്രോഡക്റ്റുകൾ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. അപ്പോൾ ഒരു ഡിസീസ് ഡയഗ്നോസ് ചെയ്യാതെ ഇത്തരം ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ടോയ്ലറ്റിൽ പോകുമ്പം വേദന വരുന്നു, അല്ലെങ്കിൽ എരിവ് കഴിച്ചാൽ വേദന വരുന്നു, അല്ലെങ്കിൽ ചെറിയ ബ്ലീഡിങ് ഉണ്ടാകുന്നു എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഇത്തരം നമ്മൾ മാർക്കറ്റിൽ കടന്ന് ഇത്തരം പ്രോഡക്റ്റുകൾ കഴിച്ചു കഴിഞ്ഞാൽ ആശ്വാസം ഉണ്ടാകാറുമുണ്ട്. ചിലർക്കൊക്കെ, കൂടുതൽ പേർക്കും ആശ്വാസം ഉണ്ടാകാറുമുണ്ട്. അപ്പോൾ ഇത്തരം പ്രോഡക്ട്സുകൾ വാങ്ങിച്ച് ഉപയോഗിക്കാമോ? ഒന്ന്. രണ്ട്, ഒരു ഡിസീസ് ഡയഗ്നോസ് ചെയ്യുന്നതിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്? പലപ്പോഴും ചെറിയൊരു ഫിഷർ തുടങ്ങി അതൊരു ക്യാൻസർ വരെ എത്തുന്ന ഒരു വലിയ വൈവിധ്യമാർന്നിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും പലപ്പോഴും കാണുക. അപ്പോൾ ഒരു ഡോക്ടറെ കണ്ടത് ഡയഗ്നോസ് ചെയ്യേണ്ടത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്? തീർച്ചയായും പൈൽസ് ഫിസ്റ്റുല എന്നുള്ള ഒരു ഇത് മാത്രമല്ല, ഏതൊരു അസുഖം വന്നാലും നമ്മൾ പ്രൈമറി ട്രീറ്റ്മെൻറ്റ് ഒരു ഡോക്ടറെ കയ്യിൽ നിന്ന് തന്നെ നേടണം. നമുക്കെപ്പോഴും ഒരുപാട് കാര്യങ്ങളിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ സാധാരണ പൈൽസ് ആയിരിക്കാം, പക്ഷെ അവരുടെ മനസ്സിലെപ്പോഴും എനിക്ക് ക്യാൻസർ ആയിരിക്കാം, അതുകൊണ്ട് ഞാനിപ്പോൾ തൽക്കാലം ആരോടും പറയുന്നില്ല, എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കട്ടെ എന്ന് പറഞ്ഞ് ഒരുപാട് ആൾക്കാർ വരാറുണ്ട്. ഏറ്റവും പ്രധാനം ഈ പരസ്യങ്ങളിൽ കണ്ടിട്ട് മരുന്ന് കഴിക്കുന്ന ഒരവസ്ഥ ഈ പൈൽസിനെ സംബന്ധിച്ച് കൂടുതലുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ആയുർവേദ മെഡിസിൻ എന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് ഒരു കോൺസെപ്റ്റ് ഉണ്ട്, അത് കൂടുതൽ പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ടാക്കില്ല, അതിൽ സൈഡ് ഇഫക്ട്സ് ഇല്ല എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് പൊതുവേ ഉള്ളത്. അത് നല്ല കാര്യം തന്നെ ആണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ഒരു ഘട്ടത്തിൽ അവർ സ്വയം ചികിത്സിച്ച് ഒരുപാട് ടൈം വേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ ഒരാൾക്ക് കൊടുക്കുന്ന മെഡിസിൻ അല്ല വേറൊരാൾക്ക് കൊടുക്കേണ്ടത്. ഫോർച്ചുനേറ്റ്ലി ചിലവർ കഴിക്കുമ്പോൾ അത് അവർക്ക് ആശ്വാസമായിട്ട് തോന്നാം. അത് കണ്ടിട്ട് അല്ലെങ്കിൽ അവർ പറഞ്ഞ് വേറൊരാൾ അത് കഴിച്ചാൽ നല്ലത് ആവണമെന്നില്ല, അല്ലെങ്കിൽ അതിനെക്കാട്ടിയുള്ള വലിയ ബുദ്ധിമുട്ടുകളിൽ അവർ ചെന്ന് പെടുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ തന്നെ, ഇത്തരം കാര്യങ്ങൾ ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ തന്നെ കാണണം. കാരണം കണ്ട് അത് പരിശോധിക്കണം വേണം. എന്ത് തന്നെ ആയാലും ഏത് തരം പൈൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3-4 വെറൈറ്റി പൈൽസ് ഉണ്ട്, അല്ലെങ്കിൽ സ്റ്റേജ് ഓഫ് പൈൽസ് ഉണ്ട്. അപ്പോൾ ഏത് അവസ്ഥയാണ്, അപ്പോൾ ഇന്ന അവസ്ഥയിൽ ഈ മരുന്ന് കൊടുക്കണം എന്ന് നിങ്ങൾക്ക് ഒരു പക്ഷേ അറിയുന്നുണ്ടാവില്ല, ഒരു ഡോക്ടർക്ക് തന്നെ അത് അറിയുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റിൽ ഡോക്ടറെ കാണാൻ മാത്രമല്ല, അതൊരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ കാണണം, അത് ഉള്ളു പരിശോധിച്ച് നോക്കണം, അത് കൃത്യമായി ഡയഗ്നോസ്ഡ് ആവണം എന്ത് തരം പ്രശ്നമാണ് നിങ്ങൾക്കുള്ളതെന്ന്. എന്നിട്ട് മാത്രമേ ഏത് മരുന്നാണ് നിങ്ങൾക്ക് വേണ്ടതും, അത് ആ മരുന്ന് കൊണ്ട് നിങ്ങൾക്ക് ഫലം കിട്ടണമെങ്കിൽ പോലും ഈ ഒരു പ്രൊസീജിയർ തീർച്ചയായിട്ടും വേണ്ടതാണ്. തീർച്ചയായിട്ടും മാം, സാധാരണ നമുക്ക് ഒരുപാട് സ്ത്രീ പ്രേക്ഷകരുണ്ടാകും, പ്രത്യേകിച്ച് പൈൽസോ ഫിഷറോ ഏനോ റെക്ടൽ റീജിയനിൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരുപാട് സ്ത്രീ പ്രേക്ഷകരുണ്ടാകും. അതുപോലെ തന്നെ ഇവർ വീട്ടിലുള്ള ഹസ്ബൻഡിനോട് പോലും അല്ലെങ്കിൽ അമ്മയോടോ അച്ഛനോട് പോലും പറയാതെ കൊണ്ടു നടക്കുന്ന ഒരു വലിയ വിഭാഗം ആൾക്കാരെ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരോട് ഡോക്ടർക്ക് എന്ത് നിർദ്ദേശമാണ് കൊടുക്കാനുള്ളത്? സ്ത്രീകൾക്ക് പറയുമ്പോൾ ഒരുപാട് അവർക്ക് പ്രശ്നങ്ങളുടെ കൂടെ പോകുന്ന വ്യക്തികളാണ്, പ്രത്യേകിച്ചും മാനസികമായിട്ടുള്ള. രാവിലെയുള്ള തിരക്കുകൊണ്ട് അവർക്ക് സാധാരണ രീതിയിൽ മോഷൻ പോകാൻ പോലും ഉള്ള ഒരു മാനസികാവസ്ഥയിലായിരിക്കില്ല. പെട്ടെന്നെല്ലാം ചെയ്ത് തീർത്ത്, അല്ലെങ്കിൽ ഒരുപാട് ഹറിബറിയിൽ ഒരുപാട് കുട്ടികളുടെയും അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിൻ്റെ എല്ലാ കാര്യത്തിൻ്റെ ഇടയിൽ വേണം അവർക്ക് അവരുടെ കാര്യങ്ങൾ നോക്കാം. ഇതിൻ്റെ ഇടയിൽ അവർക്ക് ഒരുപാട് ലൈഫ് പ്രോസസ്സ് ഉണ്ടാവും. അതായത് ഡെലിവറി ടൈം ഉണ്ടാവാം, മെൻസ്ട്രൽ സൈക്കിളുള്ള ടൈം ഉണ്ടാവും. ഈ ടൈമിലെല്ലാം ഒരുപാട് ബോഡി ചേഞ്ചസും ഉണ്ടാവാം. ഒരുപാട് പേഷ്യൻസ് വന്ന് പറയാറുണ്ട്, മെൻസ്ട്രേഷൻ ആവുന്നതിന് ഒരു ആഴ്ച മുമ്പേ ഭയങ്കര കോൺസ്റ്റിപ്പേഷനാണ്. ഈ കോൺസ്റ്റിപ്പേഷൻ മോസ്റ്റ്ലി ആ ഒരു പ്രൊജസ്ട്രോണിൻ്റെ ലെവൽ കൂടുന്നതുകൊണ്ട് തന്നെ ആവാം, ഒരു ഹോർമോണൽ ഒരു വേരിയേഷൻ ഉണ്ടാവും ആ ഒരു പീരീഡിൽ. അതുപോലെ തന്നെ ഡെലിവറി ഡെലിവറി ഒരു ലാസ്റ്റ് 6 months കൂടുമ്പോൾ ഉള്ള ഒരു കോൺസ്റ്റിപ്പേഷൻ, ഈ ഒരു സമയത്തെല്ലാം വളരെ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കൂടുന്ന ഒരവസ്ഥയാണ് കണ്ടുവരുന്നത്. അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളവും ഇതെല്ലാം ആദ്യമേ നമ്മൾ കുറച്ചും, കാരണം കേരളത്തിൽ എനിക്ക് തോന്നുന്നു എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആണ്, അപ്പോൾ അവർക്ക് അതിനെക്കുറിച്ചുള്ള ആലോചിക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ ഈ അസുഖം എന്നല്ല, ഏത് അസുഖമായാലും ഇനീഷ്യൽ സ്റ്റേജിൽ നമുക്ക് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ പറ്റിയ, നല്ലൊരു ഡോക്ടറെ കണ്ടെത്താൻ പറ്റിയ, അവരുടെ ഉപദേശങ്ങൾക്ക് നിങ്ങൾ കാതോർത്താൽ ഒരുപക്ഷെ നിങ്ങൾക്ക് വലിയ വലിയ അസുഖങ്ങളിൽ നിന്നും തീർച്ചയായിട്ടും മോചനം കിട്ടും. നിങ്ങളുടെ ടെൻഷനും മാനസിക പിരിമുറുക്കങ്ങളും എല്ലാത്തിനും ഒരു ആശ്വാസമാവും.
തീർച്ചയായും പലപ്പോഴും ഈ പൈൽസും ഫിസ്റ്റുലയൊക്കെ കൊണ്ട് കാണിക്കാൻ ഒരു ബുദ്ധിമുട്ട് ഇത് സർജറി ചെയ്യും എന്നുള്ളൊരു പേടി കൊണ്ടാണ്. അപ്പോൾ തുടക്കത്തിൽ നമ്മളിത് കാണിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം ഇത്തരം സർജിക്കൽ പ്രൊസീജിയറിൽ നിന്ന് നമുക്ക് ഒഴിവായി നിൽക്കാനായിട്ട് സാധിക്കും? ഇനീഷ്യൽ സ്റ്റേജസിൽ വന്നാൽ ഒരു പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് തീർച്ചയായിട്ടും ഒരു സർജിക്കൽ ഇൻ്റർവെൻഷനും ഇല്ലാതെ, പക്ഷേ ഈ ഫിസ്റ്റുല ഒരു അസുഖം പിന്നെ അത് പൈൽസ് പോലല്ല, കുറച്ച് വ്യത്യസ്തമാണ്. പിന്നെ ഫിസ്റ്റുല, പൈലോനൈഡൽ, ഇതിനൊക്കെ പാരാസർജിക്കൽ മെഷേഴ്സ് കൂടിയേ തീരും. അഥവാ നമ്മൾ മരുന്ന് കഴിച്ചാൽ അതിനെ പുറമേ കൊണ്ട് ഉണക്കാമെന്നല്ലാതെ ഉള്ളിൽ അതിൻ്റെ ആ ഒരു പിന്നെ റൂട്ട് തീർച്ചയായിട്ടും ഉണ്ടാവും. അത് പിന്നെ അത് വരികയും ചെയ്യും. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ മാത്രമേ ഉള്ളൂ എനിക്ക് തോന്നുന്നു അതും വലിയൊരു സർജറി അല്ല. ആയുർവേദത്തിൽ ഒരു പാരാസർജിക്കൽ മെഷറാണ്. അത് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തെ ഒരു രീതിയിലും ബാധിക്കില്ല. സാധാരണ നിങ്ങളുടെ ജോലി ചെയ്തുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റും പിന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കൊണ്ടുപോകാവുന്നതേ ഉള്ളൂ. അങ്ങനെ വലിയ അസുഖത്തിൽ നിന്നും മാറി നിങ്ങൾക്ക് അതൊരു വളരെ ലഘൂകരിച്ച ട്രീറ്റ്മെൻറ്റിലൂടെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുകയും ചെയ്യും. തീർച്ചയായിട്ടും മാമിൻ്റെ തിരക്കേറിയ സമയം പീപ്പിൾ ടിവിയോട് സഹകരിക്കുകയും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പൈൽസും ഫിഷറും ഫിസ്റ്റുല എന്നുള്ള രോഗങ്ങളെക്കുറിച്ച് വളരെ ലളിതമായി തന്നെ പറഞ്ഞു തന്നില്ല. ഇനിയൊരു അവസരത്തിൽ തീർച്ചയായിട്ടും വീണ്ടും കാണാം. ഇനി നിങ്ങൾ അഭിപ്രായങ്ങളും നിർദ്ദേശവും ഞങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. അറിയിക്കേണ്ട വിലാസം ഹലോ ഡോക്ടർ, പീപ്പിൾ, മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, കൈലി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം 34. നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാം hello@peopletv.in എന്ന വിലാസത്തിൽ. പുതിയൊരു വിഷയവുമായി നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.